ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എനിക്കിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. സൈഡിലാണ് കണ്ണാടി. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ടോണർ അപ്ലൈ ചെയ്തു, ഗുഡ് വൈബ്സിൻ്റെ പോമിഗ്രാൻഡ് ഫ്ലേവർ. അതിനുശേഷം ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു, മാമാ എർത്തിൻ്റെ ലിപ് ബാം. അപ്പോൾ അതിനുശേഷം ഈ ലെൻസ് ഞാൻ ന്യൂ ആയിട്ട് വാങ്ങിച്ചതാണ്. എനിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ നല്ല ഭംഗിയും തോന്നി, പക്ഷേ വെച്ച് കൊടുത്തതിന് ശേഷം എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേ വേറെ വഴിയില്ല, പൈസ കൊടുത്ത് വാങ്ങിച്ചില്ലേ, ഇട്ടേ പറ്റൂ. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതൊരു മഴമൂടം പോലെ തോന്നി. പിന്നെ ഇടയ്ക്ക് മഴമൂടം, പിന്നെ വെയിൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാമെന്ന്. ഇത് ന്യൂട്രിഗ്ലോൻ്റെ സൺസ്ക്രീനാണ്, നല്ലൊരു സൺസ്ക്രീനാണ്, നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും വലിയ മേക്കപ്പ് ചെയ്യുന്നുമില്ല. സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്, പക്ഷേ കുറച്ച് നല്ലൊരു ഗ്ലോയി ലുക്ക് തരുന്നുമുണ്ട്. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടിർട്ടറിൻ്റെ കുഷൻ ഫൗണ്ടേഷനാണ്. കുഷൻ കൊണ്ടൊന്നും എനിക്ക് അപ്ലൈ ചെയ്താൽ ശരിയാവാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഫസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫൗണ്ടേഷൻ ബ്രഷ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഈ ഫൗണ്ടേഷൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം, ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡായി. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഈ കുഷൻ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാവുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി മുതൽ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു ബ്രഷ് കൊണ്ടായിരിക്കും ബ്ലെൻഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഐ ഷാഡോ ചെറിയൊരു ഗ്ലിറ്ററിങ് കൊടുക്കാം. ഞാൻ കൈ കൊണ്ടല്ല കൊടുക്കുന്നത്, ബ്രഷ് കൊണ്ടാണ്. അങ്ങനെ ചെറിയൊരു ഗോൾഡൻ ഷിമ്മർ വരുന്നൊരു ഐ ഷാഡോ ആണ്. ഈ ഒരു മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കര ഭംഗിയായിരുന്നു, കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായതാണ്. പക്ഷേ നമുക്ക് ക്യാമറയിൽ വീഡിയോയിൽ കാണുമ്പോൾ അത്ര അത് എടുത്ത് കാണിക്കുന്നില്ല. നേരിൽ വെയിലത്തൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം കണ്ണാടി ഒരു ഭാഗത്ത്, മൊബൈൽ ഒരു ഭാഗത്ത്. എനിക്ക് മൊബൈൽ നോക്കി കറക്റ്റ് വീഡിയോ എടുക്കാനും ശരിയാവുന്നില്ല. ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ മറ്റുള്ള മേക്കപ്പ് വീഡിയോയിൽ ഉണ്ട് ഐബ്രോ നല്ലപോലെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഐബ്രോ ഒന്നും ഫില്ല് ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം വളർന്നു പോയി. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഷേപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്ന്. അപ്പോൾ അതാണ് മെയിൻ. പിന്നെ വീട്ടിലേക്കൊന്ന് പോകണം, തുളസി പൂജയുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഐബ്രോ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. ഐബ്രോ വളർന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഒരു നല്ല ഭംഗി വരുമല്ലോ, അതാണ് കാര്യം. അതിനുശേഷം നമുക്കൊരു കുഞ്ഞ് ബ്ലാക്ക് പൊട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, മൈ ഫേവറേറ്റ്. എപ്പോഴും കല്യാണം കഴിഞ്ഞവർ ബ്ലാക്ക് പൊട്ട് വെക്കാൻ പാടില്ലെന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഞാൻ വെക്കാതിരിക്കില്ല. പിന്നെ സിസ് ബ്യൂട്ടീൻ്റെ ബ്ലഷാണ്, ഒരല്പം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. നല്ലൊരു ബ്ലഷാണ്. ഇതിനൊക്കെ ഫൈനൽ ലുക്കിൽ നമുക്ക് അടിപൊളി ആവണമെങ്കിൽ നല്ലൊരു സെറ്റിംഗ് സ്പ്രേ കൊണ്ട് ഫേസൊക്കെ സെറ്റ് ചെയ്യണം, അപ്പോഴാണ് നല്ല ഭംഗിയാവൽ. ഓക്കെ, മേക്കപ്പ് ചെയ്തിട്ട് ചുമ്മാ അങ്ങ് നിർത്തിയിട്ട് പോയാൽ പോരാ, നല്ലൊരു സെറ്റിംഗ് സ്പ്രേ കൊണ്ട് സെറ്റ് ചെയ്യണം. ഞാൻ ഇന്നൊരു കാര്യം സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കണ്ണെഴുതുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ഒന്ന് മസ്കാര മാത്രം എഴുതി കൊടുക്കുക, കണ്ണെങ്ങനെ കാണുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ. എൻവൈബയുടെ ഡ്യൂയി സെറ്റിംഗ് സ്പ്രേ ആണ്, നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ്, അഫോർഡബിളാണ്. പിന്നെന്താണ്, നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് നന്നായി ചേരുന്നുണ്ട്. ഷെയ്ഡ് വൈനാണ്, മെബ്ലിൻ്റെ ആണ്, അടിപൊളിയാണ്. ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ അടിപൊളിയാണ്. ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.